എറണാകുളത്തിന്റെ സ്ഥിതി നോക്കിയാൽ എറണാകുളത്ത് 4 മണിക്കൂറോളം തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും മൂലം നഗരം സ്തംഭിച്ചു. കളമശ്ശേരിയിൽ മാത്രം 157 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. പെരുമ്പാവൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പെയ്ത കനത്ത മഴയിൽ കൊച്ചിയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കളമശ്ശേരി, കാക്കനാട്, വാഴക്കാല, പാലാരിവട്ടം, ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസ്, സഹോദരൻ അയ്യപ്പൻ റോഡ് എന്നിവിടങ്ങളിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കാക്കനാട് ഇൻഫോ പാർക്കിലും പരിസര പ്രദേശങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലായി. ഒട്ടേറെ വീടുകളിലും കടകളിലും വെള്ളം കയറി. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് നഗരത്തെ സ്തംഭിപ്പിച്ചു. ഇതൊരു ദുരന്തമായിട്ട് മാറിക്കണം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പേടിയാണ്. മുൻകാലങ്ങളിൽ മഴ വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്. ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ പേടിയാകുന്ന ഒരു കാലഘട്ടം വന്നേക്കാണ്. പ്രശസ്ത എഴുത്തുകാരി എം ലീലാവതിയുടെ വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു. തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലുള്ള വീടിന്റെ താഴത്തെ നിലയിൽ വെള്ളം കയറുകയായിരുന്നു. മഴ ശക്തമായതോടെ ലീലാവതിയെ സമീപത്ത് താമസിക്കുന്ന മകൻ വിനയന്റെ വീട്ടിലേക്ക് മാറ്റി. കൊച്ചിയിലെ കനത്ത മഴയ്ക്ക് കാരണം ലഘു മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ സൂചന നൽകി. കളമശ്ശേരിയിൽ 157 മില്ലിമീറ്ററും പള്ളുരുത്തിയിൽ 100 മില്ലിമീറ്ററും കുസാറ്റ് കാമ്പസിൽ 98 മില്ലിമീറ്ററും മഴ ലഭിച്ചു. പെരുമ്പാവൂർ ഐക്കരക്കുടിയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസാണ് മരിച്ചത്. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിൽ മരം വീണു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. അങ്കമാലി KSRTC ബസ് സ്റ്റേഷനിലും പരിസരത്തും രൂപപ്പെട്ട വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിന് കാരണമായി. കൈരളി ന്യൂസ്, കൊച്ചി.